റുമേനിയൻ തടങ്കൽ പാളയത്തിൽ നടന്നതായ ഒരു സംഭവ കഥ ഞാൻ ഇപ്രകാരം വായിച്ചു കേട്ടിട്ടുണ്ട്. റുമേനിയ ശക്തമായ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ ഇടയിൽ വളരെയധികം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഒരു രാഷ്ട്രമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ മർദ്ദനങ്ങൾക്കിടയിൽ ഒരുപാട് ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാനോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന ലേബലിൽ അറിയപ്പെടുവാനോ അവിടെ അനുവാദമുണ്ടായിരുന്നില്ല. വളരെയധികം പീഡകൾ അനുഭവിച്ച ഒരു സഭയായിരുന്നു റുമേനിയൻ ചർച്ച്. ക്രിസ്തീയ വിശ്വാസത്തിൽ ശരിയായ വിശ്വാസത്തിലേക്ക് വരുന്ന ക്രിസ്ത്യാനികളെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പട്ടാളം തടവിലാക്കുകയും അവരെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും വളരെയധികം മർദ്ദിക്കുകയും എല്ലാം ചെയ്ത കാലയളവുണ്ടായിരുന്നു. അങ്ങനെയുള്ളതായ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടന്ന ഒരു സംഭവത ഇപ്രകാരമായിരുന്നു. ഒരു പാസ്റ്റർ, ഫ്ലോറസ്ക്യൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തൻ്റെ ചർച്ചിൽ രഹസ്യ സഭകളിലാണ് അന്ന് പാസ്റ്റേഴ്സ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ആ രഹസ്യ സഭകൾ ഈ കമ്മ്യൂണിസ്റ്റ് പട്ടാളം കാണാതെ അവർ ഒളിവിടങ്ങൾ തേടി ഒളിവിടങ്ങളിലും മറവിടങ്ങളിലുമായി ചെറിയ ചെറിയ കൂട്ടായ്മകൾ ആചരിച്ചിരുന്നു. കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷകൾ അർപ്പിക്കുകയും അപ്പം പങ്കിടുകയും കർത്തൃമേശ അനുഭവിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കൂട്ടത്തിൽ വെച്ച് ഫ്ലോറസ്ക്യൂ എന്ന് പറയുന്ന പാസ്റ്ററെ റുമേനിയൻ പട്ടാളം കൈയോടെ പിടികൂടി അദ്ദേഹത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി അടച്ചു. അദ്ദേഹത്തോടുള്ളതായ അവരുടെ ആവശ്യം ഇതായിരുന്നു: തൻ്റെ സഭയിലുള്ളതായ മറ്റ് വിശ്വാസികൾ എവിടെയെല്ലാമാണെന്നുള്ള അറിവ് കൊടുക്കണം. അന്ന് ആ പ്രശ്നമുണ്ടായപ്പോൾ സഭകളിലെ വിശ്വാസികളെല്ലാം ചിതറിയോടി എവിടെയൊക്കെയോ ഒളിച്ചു പാർത്തു. പക്ഷേ അവരെവിടെയാണ് ഒരുമിച്ച് കൂടുന്നത് എന്ന് ഉള്ള കാര്യം ഈ പാസ്റ്റർക്ക് അറിയാമായിരുന്നു. എന്നാൽ ഈ വിവരം അറിയുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ ഒരുപാട് പീഡിപ്പിച്ചു. പക്ഷേ ഒത്തിരി മർദ്ദനമേറ്റിട്ടും തൻ്റെ ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ചിട്ടും അതുപോലെ അദ്ദേഹത്തെ കിടന്നുറങ്ങുവാൻ പോലും സമ്മതിക്കാതെ വണ്ണം അദ്ദേഹം കിടന്നതായ മുറിയിലേക്ക് കുറേ അധികം എലികളെ കടത്തിവിട്ട് എലികളെ കൊണ്ട് കടിപ്പിക്കുകയും അങ്ങനെയുള്ളതായ ക്രൂരമായ മർദ്ദന മുറകളെല്ലാം ചെയ്തിട്ടും ഇദ്ദേഹം തൻ്റെ സഭാ വിശ്വാസികളെക്കുറിച്ചുള്ള ഒരറിവും കമ്മ്യൂണിസ്റ്റുകാർക്ക് പറഞ്ഞു കൊടുത്തില്ല. ഇദ്ദേഹം പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് മതവിരോധികൾ ചെയ്തതായ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഏക മകൻ 14 വയസ്സ് മാത്രമുള്ള അലക്സാണ്ടർ എന്ന തൻ്റെ ആ കൗമാരപ്രായക്കാരനായ മകനെ മുൻപിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് ആ കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിക്കുവാൻ തുടങ്ങി. അവനെ അടിക്കുകയും ഇടിക്കുകയും മർദ്ദിക്കുകയും തൊഴിക്കുകയും കയ്യിലും കാലിലും പിടിച്ചു വലിക്കുകയും അങ്ങനെ ഒരുപാട് മുറിവേൽപ്പിക്കുകയും എല്ലാം ചെയ്തപ്പോൾ കുറേ അധികം ആ കുഞ്ഞിനെ മർദ്ദിക്കുന്നു. അവൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും എല്ലാം രക്തമൊഴുകി ആ കുഞ്ഞ് പിടയുന്നു കണ്ടപ്പോൾ ആ പാസ്റ്റർ ഒന്ന് പതറിപ്പോയി. അത് കണ്ടു നിൽക്കുവാൻ ശക്തിയില്ലാതെ ആ പാസ്റ്റർ ഉറക്കെ വിളിച്ചു പറഞ്ഞു: എനിക്കിത് കണ്ടു നിൽക്കുവാനുള്ള ശക്തിയില്ല. ഞാൻ എൻ്റെ വിശ്വാസികൾ എവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ മകനെ ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിക്കുന്നത് കാണുവാനുള്ള ശക്തി എനിക്കില്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുവാൻ പോവുകയാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ മകൻ മുറിവേറ്റ് പിടയുന്ന വായിൽ കൂടിയും മൂക്കിൽ കൂടിയും എല്ലാം ചോരയൊലിച്ച് കിടക്കുന്ന ആ മുഖത്തോടെ ആ കുഞ്ഞ് പതിയെ തല ഉയർത്തി നോക്കിയിട്ട് തൻ്റെ പിതാവിൻ്റെ നേരെ നോക്കി ഇങ്ങനെ പ്രകാരം വിളിച്ചു പറഞ്ഞു: ഡാഡി, ഒരു ചതിയൻ്റെ മകൻ എന്നറിയപ്പെടുവാൻ എനിക്ക് ആഗ്രഹമില്ല. ഒരു ചതിയനായ വ്യക്തിയുടെ മകൻ എന്നറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എത്ര പീഡയേറ്റാലും എൻ്റെ ഇവിടെ വെച്ച് എനിക്ക് മരണം സംഭവിച്ചാലും യേശുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് ഞാൻ സ്വർഗനാട്ടിലേക്ക് പറന്നു പോകും. എന്നാൽ ഇവിടെ വെച്ച് എൻ്റെ ഡാഡി കർത്താവിനെ തള്ളിപ്പറയരുത്. ആ വാക്കുകൾ ആ പാസ്റ്ററെ കൂടുതൽ ബലപ്പെടുത്തി. അത് പ്രതികൂലത്തിൻ്റെ സാഹചര്യം വന്നപ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ, മുൻപിലേക്ക് നോക്കിയാൽ വഴിയെല്ലാം അടഞ്ഞു പോയിരിക്കുന്നു. തൻ്റെ ഏക മകൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ആ സാഹചര്യത്തിൽ ആ പിതാവിൻ്റെ വിശ്വാസത്തിൻ്റെ കപ്പൽ ഒന്ന് ആടി ഉലഞ്ഞു. ആ വിശ്വാസ കപ്പൽ ആടി ഉലഞ്ഞപ്പോൾ അതിനെ ശക്തീകരിക്കുവാൻ ജീവനുള്ള ദൈവം അത് തൻ്റെ പ്രിയ മകൻ്റെ ശബ്ദത്തിൽ കൂടി, ആ പ്രിയ മകൻ്റെ വാക്കിൽ കൂടി ആ പ്രിയ പിതാവിനെ ഉറപ്പിച്ചു. അതെ, ഇവിടെ തള്ളിപ്പറയരുത്. ഇവിടെ തള്ളിപ്പറഞ്ഞാൽ എനിക്ക് സ്വർഗരാജ്യം നഷ്ടമാകും. എൻ്റെ മകനും ഞാനും ഒരു നാളിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ ഒരുമിച്ച് കണ്ടുമുട്ടേണ്ടവരാണ്. അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഞാൻ തള്ളിപ്പറയില്ല എന്നുള്ള ഉറപ്പോടുകൂടി ആ പിതാവ് ശക്തിയോടെ നിന്നു. ആ പിതാവിൻ്റെ മുൻപിൽ തന്നെ ഇട്ട് ആ ക്രൂരരായ മതവിരോധികൾ ആ കുഞ്ഞിനെ വധിച്ചു കളഞ്ഞു. എന്നാൽ ആ പിതാവ് തൻ്റെ വിശ്വാസം ത്യജിച്ചില്ല. പിന്നീട് ആ പിതാവിനെയും അവർ ക്രൂരമായി വധിച്ചു കളഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ എല്ലാം മധ്യത്തിൽ ആ പിതാവിനെ ശക്തീകരിച്ചത് തൻ്റെ മകൻ്റെ വായിൽ നിന്ന് വീണ ഒരേ ഒരു വാക്യമായിരുന്നു:
ഹല്ലേലൂയ, സ്തോത്രം. അതെ, പ്രതികൂലങ്ങളുടെ നടുവിൽ വിശ്വാസികൾ പതറിപ്പോകരുത് എന്ന് ഈ കാര്യം നമ്മെ ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെയും നോർത്ത് ഇന്ത്യയിലെല്ലാം വലിയ പീഡകൾ നടക്കുന്നത് നാം കേട്ടറിയുന്നുണ്ട്. ഒരുപാട് പാസ്റ്റേഴ്സിനെ ഉപദ്രവിക്കുന്നു, തല്ലുന്നു, അവരുടെ മക്കളെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു. പല രീതിയിലും ചെറുത്ത് നിൽക്കുവാൻ കഴിയാനാകാത്ത വിധം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന പല കാര്യങ്ങളും നാം കേൾക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഇത്രയേറെ കഠിനമായ രൂപത്തിലല്ലെങ്കിലും പള്ളികൾ നശിപ്പിക്കപ്പെടുകയും അതുപോലെ വിശ്വാസികൾ ചവിട്ടി അരയ്ക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ സ്വർഗത്തിലെ അപ്പനു വേണ്ടി, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാതെ നിൽക്കുന്ന വിശ്വാസ വീരന്മാരാണ് നമുക്ക് എന്നും പ്രചോദനം. ആ കർത്താവിൻ്റെ മക്കൾ 1-ാം നൂറ്റാണ്ടിൽ ആദിമസഭ പീഡകളിൽ കൂടി കടന്നുപോയപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി ശക്തിയോടെ ഉറച്ചു നിന്നതുപോലെ, അതെ, ക്രിസ്ത്യാനികൾക്ക്, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പലതരത്തിലുള്ളതായ പീഡകൾ ഏൽക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ശാരീരികമായ പീഡനങ്ങളായിരിക്കാം, ചിലപ്പോൾ മാനസികമായ പീഡനങ്ങളായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ കൂടിയെല്ലാം ശക്തരായി ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരെ വലിച്ചു കീറി പറിച്ചു കീറി സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പലപ്പോഴും അവരെ ആക്ഷേപിക്കുകയും അവരെ ഒന്നുമില്ലാത്ത തരത്തിൽ, ഒന്നുമില്ലാത്തതുപോലെ ചവിട്ടി മെതിച്ച് അരയ്ക്കുന്ന രീതിയിൽ, അവരെ വലിച്ചു കീറുന്ന രീതിയിൽ പല എഴുത്തുകളും പല കാര്യങ്ങളും നാം കാണാറും കേൾക്കാറുമുണ്ട്. എന്നാൽ അവരാരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി നിൽക്കുന്നു. ഇവിടെ നാം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് ഒരു കനാന്യ സ്ത്രീ. അത് അവളൊരു പുറജാതിക്കാരിയായിരുന്നു, യഹൂദ മതത്തിലെ ഒരു അംഗമേ ആയിരുന്നില്ല. പക്ഷേ അവൾ വിലയേറിയ വിശ്വാസത്തിൽ തനിക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നപ്പോൾ, എതിർപ്പുകൾ വന്നപ്പോൾ, ഒറ്റപ്പെട്ടു പോകുന്നുവെന്ന് തോന്നിയപ്പോൾ, ശിഷ്യന്മാർ പോലും അവളെ മാറി നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ, കർത്താവിൻ്റെ വായിൽ നിന്ന് പോലും മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴും ആ സ്ത്രീയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയില്ല. പ്രിയപ്പെട്ട ദൈവവേദനേ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോകുന്നുണ്ടോ? ചിലപ്പോൾ അത് ചില കടക്കെണികളായിരിക്കാം, വലിയ കടക്കെണികൾ, ഒരിക്കലും തീർത്താൽ തീരാത്ത കടം. മുൻപിലേക്ക് നോക്കിയാൽ വഴി ഒന്നും കാണുന്നില്ല, എല്ലാ വാതിലും അടഞ്ഞിരിക്കുന്നു, മുൻപിൽ ഒന്നുമില്ല, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. അല്ലെങ്കിൽ ഒരു തീർത്താൽ തീരാത്ത രോഗത്തിൻ്റെ ബാധ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെയായിരിക്കാം. ഒരു രീതിയിലും മാറാത്ത വ്യാധി പിടിച്ചിരിക്കുന്നു. പ്രതികൂലങ്ങൾ അനവധിയാണ്. ഒരു ദൈവവൈതലിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ പ്രതികൂലങ്ങൾ പലതായിരിക്കാം. ഇതുപോലുള്ളതായ പ്രതികൂലങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് നോക്കും? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുമോ? അത് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കുമോ? ഏകനായി നിന്നുകൊണ്ട് മോശെ ആ ചെങ്കടൽ തീരത്ത് ദൈവസന്നിധിയിലേക്ക് മുഖമുയർത്തി കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. സഹായിക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന 600,000 പുറപ്പെടുവിച്ചുകൊണ്ട് വന്നെങ്കിലും ആ ജനം അത്രയും മോശയെ കുറ്റം പറയുകയാണ് ചെയ്തത്. ആരും സഹായിക്കുവാനില്ലാതെ ഏകനായി നിന്നപ്പോൾ അതെ, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയ മോശയ്ക്ക് സ്വർഗത്തിൽ നിന്ന് മറുപടി വന്നു. ഹല്ലേലൂയ. ഇവിടെ ഈ കനാന്യ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ വാക്കുപോലെ നിനക്ക് ഭവിക്കട്ടെ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. ഇതുപോലെ തന്നെ ആ ഭക്തനായ തൻ്റെ മോശയുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ കർത്താവ് പറഞ്ഞു, നിന്റെ വടി ചെങ്കടലിന്മേൽ, ആ കടലിന്മേൽ നീട്ടുക എന്ന്. ഹല്ലേലൂയ. ആ മോശ നീട്ടിയപ്പോൾ ചെങ്കടൽ, അതെ, കിലോമീറ്ററുകളോളം വലുതായ ചെങ്കടൽ, വലിയ കടൽ രണ്ടായി പിരിഞ്ഞു. അത് 600,000 പോകുവാനുള്ളതായ ഉണങ്ങിയ പാത. മനുഷ്യന്റെ ബുദ്ധിക്കെല്ലാം അതീതമാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉറവുകൾ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കാഴ്ചപ്പാടുകൾ. സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭക്തനു വേണ്ടി കരുതുന്നതായ വഴികൾ മനുഷ്യൻ കരുതുന്നത് പോലെയല്ല. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ അത് തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. കരുതുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കട്ടെ. ഈ പ്രതികൂല കാറ്റുകളിൽ നമ്മുടെ വിശ്വാസ പടക് ആടിയുലയെന്നും തോന്നിയാലും അമരക്കാരനായ കർത്താവ് അതിലുണ്ട്. കർത്താവ് നമ്മെ അക്കരെ എത്തിക്കും. നമ്മെ ഒരിക്കലും കൈവിട്ട് കളയാത്ത ആ ദൈവസ്നേഹത്തിൻ്റെ അരികിലേക്ക് നമുക്ക് അടുത്തു വരാം. പ്രതികൂലങ്ങളിൽ പതറിപ്പോകാതെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം എന്നേക്കുമായി വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വിശ്വാസ ജീവിതത്തിൽ, ഈ പോർക്കളമേടുകളിൽ പോരാടിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നല്ല ഭടന്മാരായി നല്ല യുദ്ധസേവ ചെയ്യാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.